ഇസ്രായേല് ഇറാനെ അടിക്കുന്നു, അതുപോലെ തന്നെ ലെബനിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഹിസ്ബുള്ളയെ. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ലെബനിൽ നിന്നും അതുപോലെ തന്നെ ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈലുകൾ വർഷിക്കുകയാണ്. അപ്പോൾ അവിടെ അയൺ ഡോം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതിനെ പ്രതിരോധിക്കുന്നത്. അതുപോലെ തന്നെ ആരോ സിസ്റ്റം ഉണ്ട്. അതേപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ഈ അയൺ ബീം എന്ന് പറയുന്നത്. അതൊരു സമയത്ത് വാർത്തയിലൊക്കെ വന്നായിരുന്നു, ഇസ്രായേല് അയൺ ബീം വികസിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് മിസൈലുകളെയൊക്കെ ഇനി നിഷ്പ്രയാസം ചെലവ് കുറഞ്ഞ രീതിയിൽ അതിനെ അടിച്ച് താഴെയിടാൻ പറ്റും എന്നുള്ള നിലയിലുള്ള വാർത്ത വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അയൺ ബീം ഫുള്ളി ഓപ്പറേഷണൽ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ യൂസ് ചെയ്യുന്നതായിരിക്കുന്ന ലൈറ്റ് ബീം എന്ന് പറയുന്ന അതിന്റെ ഒരു ചെറിയ വേരിയന്റ് ആണ് അപ്പോൾ അതിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ലൈറ്റ് ബീമിന് വലിയ മിസൈലുകളെ, പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളെ ഒന്നും പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. അപ്പൊ അവർക്ക് അയൺ ബീം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ബീം, ലേസർ ബീം മിസൈൽ ഇന്റർസെപ്റ്ററിനെ വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളി ഓപ്പറേഷണൽ ആകണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു 10 കൊല്ലത്തോളം കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴവരുടെ കയ്യിലുള്ളത് അതിന്റെ ഒരു ചെറിയ വേരിയന്റ് ആണ്, അതാണ് ലൈറ്റ് ബീം എന്ന് പറയുന്നത്. അതുപയോഗിച്ച് ഈ ചെറിയ ഡ്രോണുകളെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ സംഭവങ്ങളെയൊക്കെ അടിച്ച് താഴെയിടാൻ സാധിക്കുകയുള്ളൂ. വലിയ മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അടിച്ച് താഴെയിടാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ നിലയിൽ ഇസ്രായേലിന് ആ മേഖലയിൽ ഒരു പരിമിതി ഉണ്ടെന്നാണ് ഇതിനെ സംബന്ധിച്ച് ചിലർ പറയുന്നത്.